പാർലമെന്ററി ചർച്ചയ്ക്കായി കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ പ്രതിപക്ഷത്തിന് 24 മണിക്കൂർ അദ്ദേഹം വാഗ്ദാനം ചെയ്തതാണ്. 24 മണിക്കൂർ സമയം നമുക്ക് പാർലമെന്ററി ചർച്ച ചെയ്യാമെന്ന്. പക്ഷേ രാഹുൽ ഗാന്ധി പറയാണ് വി ഡോണ്ട് കെയർ. ഞങ്ങൾ നിങ്ങളുടെ വാഗ്ദാനത്തെ നിരസിക്കുകയാണ്. ഈ നീറ്റ് പരീക്ഷയുമായി ബന്ധപ്പെട്ട സമീപകാല പ്രതിഷേധങ്ങളിലൊക്കെ വിദ്യാർത്ഥികൾക്കെതിരെ ഉണ്ടായ അതിക്രമണങ്ങൾ ഇത് സംബന്ധിച്ച് മാത്രം പറഞ്ഞാൽ മതി. അല്ലാതെ തൻ്റെ അല്ലെങ്കിൽ നിങ്ങളുടെ 24 മണിക്കൂർ സമയം ചർച്ച ചെയ്യുന്നത് ഞങ്ങൾക്ക് ആവശ്യമില്ല. വി ഡോണ്ട് കെയർ. അല്ല, അതിൽ ഒരു കാര്യമുള്ളത്, മൊത്തം പ്രതിപക്ഷ കക്ഷി എന്ന് പറഞ്ഞാൽ ഇയാൾ മാത്രമല്ലല്ലോ ഉള്ളത്, അല്ല, വേറെയും കക്ഷികളുണ്ട്. പാർലമെൻറ്റിൽ ആ കക്ഷികൾക്കൊക്കെ അഭിപ്രായം പറയാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. അതിൻ്റെ രാഹുൽ ഗാന്ധി മാത്രം പറയേണ്ട ഒരു കാര്യമല്ലല്ലോ. അയാൾ ഒപ്പോസിഷൻ ലീഡറാണെന്ന് പറഞ്ഞാൽ ഇപ്പോൾ അയാളുടെ കൂടെ എല്ലാ ഒപ്പോസിഷൻ പാർട്ടീസും ഇല്ല. പാർലമെൻറ്റിൽ ചർച്ച ചെയ്യണമെന്നായിരുന്നു ആവശ്യം. പാർലമെൻറ്റിൽ ചർച്ച ചെയ്യാം, നമുക്ക് 24 മണിക്കൂർ ചർച്ച ചെയ്യാം. കാരണം എല്ലാവരും വിസ്തരിച്ച് പറയുക. 24 മണിക്കൂറും മന്ത്രി സംസാരിക്കില്ല. കാരണം ചർച്ച തുടങ്ങിക്കഴിഞ്ഞാൽ എല്ലാവരും പറയുകയും എല്ലാവരും പറഞ്ഞതിന് ശേഷം അവസാനം മന്ത്രി മറുപടി പറയുകയും ചെയ്യും. എന്ന് പറഞ്ഞാൽ മന്ത്രിയുടെ അമിത് ഷാജിയുടെ മറുപടി കേൾക്കാൻ ഉള്ള കെൽപ്പ് പ്രതിപക്ഷത്തിനില്ല, അതിനുള്ള ആംബിയർ ഇല്ല. കാരണം അതിനുള്ള ധൈര്യമില്ല, അതിനുള്ള വിൽ പവറില്ല, അതിനുള്ള ധൈഷണിക ശേഷിയുമില്ല. അതെന്താ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു സബ്ജക്റ്റിനെ കുറിച്ച് അയാൾക്ക് 5 മിനിറ്റിൽ കൂടുതൽ ശ്രദ്ധിക്കാൻ കഴിയില്ല. നിങ്ങൾ പാർലമെൻറ്റിൽ ഇദ്ദേഹത്തിൻ്റെ പെർഫോമൻസ് നോക്കിയിട്ടുണ്ട്. പാർലമെൻറ്റിൽ അദ്ദേഹം ചെന്നിരുന്നാൽ ഒന്നുകിൽ ഉറങ്ങും, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ചെയ്തുകൊണ്ടിരിക്കും. ഒരു പാർലമെൻറ്റിൽ നടക്കുന്ന നടപടിക്രമങ്ങളും അതിൻ്റെ ചർച്ചകളും ഒന്നും ശ്രദ്ധിക്കില്ല അദ്ദേഹത്തിന്. അതെന്താ കാര്യം എന്ന് വെച്ചാൽ, ഒന്ന്, പ്രോപ്പറായിട്ട് വിദ്യാഭ്യാസം കിട്ടിയിട്ടുള്ള ഒരാളല്ല. ഹീ ഈസ് നോട്ട് പ്രോപ്പർലി ക്വാളിഫൈഡ്. അയാൾ കൃത്യമായി വിദ്യാഭ്യാസം നേടിയിട്ടുള്ള ഒരാളല്ല. അപ്പോൾ ചോദിക്കും, ഇത് വിദേശത്തുനിന്ന് വിദ്യാഭ്യാസം ഇല്ല. അമേരിക്ക കാശ് കൊടുത്ത് വാങ്ങിയ വിദ്യാഭ്യാസമാണ്. അല്ലാതെ ഏതെങ്കിലും ഒരു സബ്ജക്റ്റ് കൃത്യമായി പഠിച്ച് നേടിയ അറിവില്ലാത്തൊരു മനുഷ്യനാണ് അങ്ങനെ. അതുകൊണ്ട് തന്നെ ഒരു കാര്യം കൃത്യമായി വായിച്ച് പഠിച്ചെടുത്ത് പറയാൻ പറ്റില്ല. അതുകൊണ്ടാണ് വാ തുറന്നു കഴിഞ്ഞാൽ വിഡ്ഢിത്തം പറയുന്നത്. അപ്പോൾ ഇത് രണ്ടാമത്തെ കാര്യം, ഇതൊരു ഇറസ്പോൺസിബിൾ ഒപ്പോസിഷനാണ്. കാരണം ഇതൊരു ഗൗരവപ്പെട്ട ഒരു ചർച്ചയാണ് എന്ന് വന്നു കഴിഞ്ഞാൽ, പാർലമെൻറ്റിൽ ചർച്ചയ്ക്ക് സമയം കൊടുത്തു കഴിഞ്ഞാൽ ആ സമയത്ത് ഇയാൾ വരണ്ടേ? വരാതിരുന്നാൽ ഞങ്ങൾക്ക് കേൾക്കാൻ താല്പര്യമില്ലെങ്കിൽ പിന്നെ ഇവരെന്തിനാണ് സഭയിൽ വന്നിട്ട് മറുപടി പറയണമെന്ന് പറഞ്ഞത്? അതെ, എപ്പോഴും ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, വേർ ഈസ് ഹോം മിനിസ്റ്റർ? വേർ ഈസ് ദ ഹോം മിനിസ്റ്റർ, വേർ ഹാസ് ഹി ഗോൺ എന്ന് ചോദിക്കും. ഞങ്ങളെ 24 മണിക്കൂർ നിങ്ങൾ പറയുന്ന കാര്യങ്ങൾ കേൾക്കാൻ ഇരുന്ന് തരാം, നമുക്ക് ചർച്ച ചെയ്യാം. അതിൽ കവിഞ്ഞിട്ട് എന്ത് പറയാൻ കഴിയും? ഇതിനു മുമ്പും രാഹുൽ ഗാന്ധി ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ? അല്ല, എപ്പോഴും പറയൂ ഇത് തന്നെ, ഹിറ്റ് ആൻഡ് റൺ എന്ന് പറയില്ലേ. അമിത്ഷായുടെ ഫാന്റസി പ്രസംഗമൊന്നും കേൾക്കാൻ ഞങ്ങൾക്ക് താല്പര്യമില്ല, ഞങ്ങൾ ചോദിക്കുന്നത് ഇതിന് മാത്രം താങ്കൾ പറഞ്ഞു. അല്ല, അങ്ങനെയല്ലല്ലോ. പാർലമെൻറ്റിലെ നടപടിക്രമങ്ങളില്ലേ, പാർലമെൻറ്റിൽ ഇതിൻ്റെ ഉത്തരം വിസ്തരിച്ച് പറയേണ്ടി വരില്ലേ. അല്ലാതെ ഇയാളെപ്പോലെയല്ല. പാർലമെൻറ്റിൽ നല്ല വിദ്യാഭ്യാസം കിട്ടുകയും നന്നായിട്ട് കാര്യങ്ങൾ ഗ്രഹിക്കാൻ കഴിയുകയും ചെയ്യുന്ന ധാരാളം പേരുണ്ട്. അവർക്ക് സാറ്റിസ്ഫൈഡ് ആകുന്ന വിധത്തിൽ സംസാരിക്കണ്ടേ. അല്ലാതെ രാഹുൽ ഗാന്ധി എന്ന് പറഞ്ഞാൽ ഇറ്റാലിയൻ പൗരന് വേണ്ടിയിട്ട് സംസാരിക്കാൻ പറ്റുമോ? ഞാൻ വെറുതെ പറയുന്നതല്ല, ഓതൻറ്റിക്കായിട്ട് പറയുന്നതാണ്. എന്താ കാര്യമെന്നറിയാമോ? ഇറ്റാലിയൻ പൗരത്വ നിയമം അനുസരിച്ച് ഒരു ഇറ്റാലിയൻ സ്ത്രീക്ക് ലോകത്ത് എവിടെ കുട്ടി ജനിച്ചാലും അവർ പ്രാഥമികമായിട്ട് ഇറ്റാലിയൻ പൗരന്മാരായിരിക്കും. സോണിയാഗാന്ധി ഇറ്റാലിയൻ പൗരയാണ്, ഇറ്റലിയിൽ ജനിച്ചു വളർന്ന സ്ത്രീയാണ്, ഇറ്റലിക്കാരിയാണ്. അവരുടെ മക്കൾ 2 പേരും ആ കാര്യം കൊണ്ട് തന്നെ ഇറ്റാലിയൻ പൗരത്വം ഉള്ളവരാണ്. അത് ഞാൻ വെറുതെ ആക്ഷേപിക്കാൻ വേണ്ടി പറയുന്നതല്ല, സത്യമായിട്ട് പറയുന്നതാണ്, വസ്തുതയായതുകൊണ്ട് പറയുന്നതാണ്. നിങ്ങളെടുത്ത് നോക്കുക, അല്ലെങ്കിൽ ഇറ്റലിയുടെ ഭരണഘടന എടുത്തിട്ട് നോക്ക്, ഭരണഘടന സിറ്റിസൺഷിപ്പ് ആക്ട് എടുത്തിട്ട് നോക്ക്, അതിനകത്ത് വിസ്തരിച്ച് പറഞ്ഞിട്ടുണ്ട്.
അപ്പോൾ ഈ ഇറ്റാലിയൻ പൗരൻ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ ഇന്ത്യ വിരുദ്ധമായ നിലപാടാണ് സ്വീകരിക്കുന്നത്. ഇനി CJPയോട് ഇയാൾക്ക് താല്പര്യമുണ്ടോ? അതുമില്ല. കാരണം CJPക്കാർ ഇയാളെ തള്ളി പറഞ്ഞില്ലേ. പാറ്റ സംഘം ഇയാളെ തള്ളി പറഞ്ഞു, വാൻ ചുക്ക് ഇയാളെ തള്ളി പറഞ്ഞു, അവിടെ ഇയാൾ വന്ന് ഇത് അലമ്പാക്കി എന്ന് പറഞ്ഞു. അപ്പോൾ പിന്നെ ഈ പറയുന്ന എന്താ ഈ പറയണത്, ഈ ഒരാൾക്കും വേണ്ടാതെ ഇങ്ങനെ ഓടി നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഒരു കാര്യം ഉറപ്പാണല്ലോ, CJPയുടെ വിഷയം ചർച്ച ചെയ്യാൻ താല്പര്യമില്ല എന്നാണ് ഇതിൻ്റെ അർത്ഥം. പിന്നെ ഇയാൾ എന്തൊരു ഇഡിയറ്റാണ്. ഇഡിയറ്റ് എന്നല്ലാണ്ട് വേറൊരു വാക്ക് പറയാനില്ല. പോലീസ് ആക്ഷന് എന്താണ് ഹോം മിനിസ്റ്റർ ആജ്ഞ കൊടുത്തു, ഓർഡർ കൊടുത്തു എന്ന് ചോദിക്കുന്ന പോലൊരു വിഡ്ഢി വേറെ ലോകത്താരുണ്ട്? അല്ല, കൊടുത്തോന്ന് ചോദിക്കുമ്പോൾ കൊടുത്തെങ്കിൽ അമിത്ഷാ ചെയ്തത് വലിയ പാപമാണ്. അല്ല, ഞാൻ ചോദിക്കട്ടെ, ഇത് ഇന്ത്യൻ ശിക്ഷാ നിയമം, പിന്നെ ഇന്ത്യൻ ക്രിമിനൽ നടപടിക്രമം, പോലീസ് ആക്ട്, ഇതനുസരിച്ച് അൺലോഫുൾ അസംബ്ലി എന്നാണ് ഇതിനെ പറയുക. നിയമവിരുദ്ധമായി സംഘം ചേരുന്നവരെ പിരിച്ചുവിടുന്നതിന് നടപടിക്രമങ്ങളുണ്ട്, ആ ആക്റ്റിലുണ്ട്. ആദ്യം ചെന്നിട്ട് പറയും, നിങ്ങൾ നിയമരഹിതമായി സംഘം ചേർന്നിരിക്കുന്നത് നിങ്ങൾ പിരിഞ്ഞു പോകണമെന്ന് പറയും. പോയില്ലെങ്കിൽ എന്തു ചെയ്യും? ചെറിയ ഫോഴ്സ് ഉപയോഗിച്ചിട്ട് തള്ളി മാറ്റാൻ ശ്രമിക്കും. എന്നിട്ടും പോയില്ലെങ്കിൽ എന്തു ചെയ്യും? വാട്ടർ ഗൺ ഉപയോഗിച്ച് വെള്ളം ചീറ്റിക്കും. എന്നിട്ടും പോയില്ലെങ്കിൽ ടിയർ ഗ്യാസ് കൊടുക്കും. പിന്നെ എന്തു ചെയ്യും? പിന്നെ റബ്ബർ ബുള്ളറ്റുകൾ എടുക്കും. എന്നിട്ടും പോയില്ലെങ്കിലോ ലാത്തി ചാർജ് നടത്തും. എന്നിട്ടും പോയില്ലെങ്കിലോ വെടിവെക്കും. ഇത് നമ്മുടെ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അറിയണമെന്നില്ല. കേന്ദ്ര ആഭ്യന്തര വകുപ്പ് ഇത് പോലീസുകാർ എടുക്കുന്ന തീരുമാനമല്ലേ. ഒന്നാമത്തെ കാര്യം മനസ്സിലാക്കേണ്ടത്, കേന്ദ്ര ആഭ്യന്തര വകുപ്പ് മന്ത്രിക്ക് അതിനകത്ത് ഇടപെടാൻ അധികാരമില്ല. അതിനകത്ത് ഇടപെടാൻ അധികാരമുള്ളത് ജില്ലാ കളക്ടർക്കാണ്. ഇദ്ദേഹം പറയുന്നത് അമിത്ഷാ ഇത് അറിഞ്ഞിട്ടില്ല എന്നുണ്ടെങ്കിൽ അത് അദ്ദേഹത്തിന്റെ കഴിവുകേടാണ്. അല്ലെങ്കിൽ ജില്ലാ കളക്ടർക്കാണ് ഇത്തരം കാര്യങ്ങൾ നിയന്ത്രിക്കാൻ അധികാരമുള്ളത്. ഡിസ്ട്രിക്ട് മജിസ്ട്രേറ്റ് എന്ന് പറയും. ഡിസ്ട്രിക്ട് മജിസ്ട്രേറ്റാണ് ഇതിന് ഉത്തരവ് കൊടുക്കുന്നത്. അല്ലാണ്ട് അവിടെ പോയിട്ട് മുഖ്യമന്ത്രി ഉത്തരവ് കൊടുക്കില്ല, പ്രധാനമന്ത്രി ഉത്തരവ് കൊടുക്കില്ല, ആഭ്യന്തര വകുപ്പ് മന്ത്രി ഉത്തരവ് കൊടുക്കില്ല. അവരാകെ പറയുന്നത് നിങ്ങൾ നിയമം അനുസരിച്ച് നടപടിയെടുക്കാനേ പറയുള്ളൂ. അത് ഇവർ പറയാതെ തന്നെ എടുക്കുക. അത് പോലീസിൽ നിക്ഷിപ്തമായിരിക്കുന്ന അധികാരമാണ്. ഇയാൾ പിന്നെ വിഡ്ഢിയായതുകൊണ്ടാണ് ഈ ചോദ്യം ചോദിക്കുന്നത്, അമിത്ഷാ പറഞ്ഞു എന്നുള്ള കാര്യം. അപ്പോൾ ഇന്ത്യയിൽ കാലാകാലങ്ങളിൽ നടന്നിട്ടുള്ള സമരങ്ങളും സമരങ്ങൾക്കെതിരെ ഉണ്ടായിട്ടുള്ള പോലീസ് നടപടിക്രമങ്ങളും എല്ലാം അക്കാലത്തെ പ്രധാനമന്ത്രി പറഞ്ഞിട്ടോ അല്ലെങ്കിൽ ആഭ്യന്തര വകുപ്പ് മന്ത്രി പറഞ്ഞിട്ടോ ആണോ നടന്നിട്ടുള്ളത്? ആണോ? അടിയന്തരാവസ്ഥക്കാലത്ത് ഓരോരുത്തരെയും തല്ലിച്ചതച്ച് ഇന്ദിരാഗാന്ധി ഓരോരുത്തരെയും വിളിച്ച് പറയായിരുന്നു, അവനെ തല്ലിച്ചതക്കെന്ന് പറയായിരുന്നു. അല്ല, അതുകൊണ്ടല്ലേ അവർ കേസിൽ നിന്നൊക്കെ വിട്ടുപോകുന്നത്. കാരണം അവർക്കിതെല്ലാം അറിയാൻ പറ്റും. ഇത് ഇയാളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നശൂലമാണ്. തോട്ടം മുടിയാങ്കാലം പേച്ചാൻ കൊലക്കും എന്ന് കേട്ടിട്ടുണ്ട്. തോട്ടം മുടിഞ്ഞുകൊണ്ടിരിക്കുന്നതിൻ്റെ ലക്ഷണമാണ് ഈ കാണുന്നത്. അത് പാർലമെൻ്റല്ലേ ചർച്ച ചെയ്യേണ്ടത്. പാർലമെൻറ്റിലെ എല്ലാ കക്ഷികളും ഗവൺമെൻറ്റിനെ വിസ്തരിക്കട്ടെ. ഗവൺമെൻറ് ചെയ്തു നിൽക്കുന്ന മുഴുവൻ തെറ്റാണ്, ഇങ്ങനെ തെറ്റ് ചെയ്യാൻ പാടില്ല, ഇത് ഒരിക്കലും ഞങ്ങൾ അനുവദിക്കില്ല എന്ന് പറഞ്ഞവർക്ക് വിസ്തരിക്കാമല്ലോ. ആ അവസരം പാഴാക്കിയാണ്. എന്ന് പറഞ്ഞാൽ എന്താണ്? എന്ന് പറഞ്ഞാൽ CJPക്കാരുടെ പ്രശ്നം പാർലമെൻറ്റിൽ ചർച്ച ചെയ്ത് കഴിഞ്ഞാൽ നാറാൻ പോകുന്നത് രാഹുൽ ഗാന്ധി ആയിരിക്കുമെന്ന് അയാൾക്ക് അസലായിട്ടറിയാം. ഇയാൾ കല്ലെറിഞ്ഞ് ഓടിക്കളയുന്ന ചില പിള്ളേരില്ലേ, വഴിയാത്രക്കാരെ കല്ലെറിഞ്ഞ് ഓടിക്കളയുന്ന പിള്ളേരുണ്ട്. ആ മനോഭാവമാണ് ഇങ്ങർക്കുള്ളത്. ഇത്രയും പാർലമെൻ്റ് അല്ലാതെ വേറെ ഏത് വേദിയിലാണ് ഇത് ചർച്ച ചെയ്യേണ്ടത്? പറയട്ടെ. അവിടെ വന്നിട്ടല്ലേ, അവിടെ വെച്ച് നിങ്ങൾക്ക് ഇദ്ദേഹത്തെ വിചാരണ ചെയ്യാമല്ലോ. നിങ്ങൾ പറഞ്ഞിരിക്കുന്നു, അവരുടെ കയ്യിൽ തെളിവുണ്ടെങ്കിൽ അവർ പറയണ്ടേ, ഇത് നിങ്ങളാണ് ചെയ്തതെന്ന് ഞങ്ങളുടെ അടുത്ത് തെളിവുണ്ട്, പറയണ്ടേ, ഹാജരാക്കണ്ടേ.
ഇതൊന്നും ചെയ്തിട്ടില്ല, ഒന്നും ചെയ്തിട്ടില്ല. അതിന് കിട്ടിയ ഒരവസരം, അയാൾ രാജ്യത്തോട് രാഹുൽ ഗാന്ധി മാപ്പ് പറയണം. കാരണം രാജ്യത്തിന് അവകാശമുണ്ട് ഈ വിഷയത്തെക്കുറിച്ച് ഒരു ചർച്ച പാർലമെൻറ്റിൽ വേണമെന്ന് ആവശ്യപ്പെടുന്നത് രാജ്യത്തിൻ്റെ ആവശ്യമാണ്. ഗവൺമെൻറ് അത് സമ്മതിക്കുകയാണ്, ഇതിനെക്കുറിച്ച് ചർച്ച ചെയ്യാം, 24 മണിക്കൂർ വരെ തരാം, എല്ലാവരും വിസ്തരിച്ച് ഈ വിഷയം പഠിച്ചു വന്ന് ചർച്ച ചെയ്യേ. അത് പരിഗണിക്കാതെ ഞങ്ങൾക്ക് ഇത് മാത്രം അറിഞ്ഞാൽ മതി, അത് വീട്ടിൽ പോയി പറഞ്ഞാൽ മതി. രാഹുൽ ഗാന്ധി പോയിട്ട് അമ്മ സോണിയാഗാന്ധിയെയും സഹോദരിയെയും വിളിച്ചിട്ട് അവിടെ ചർച്ച ചെയ്താൽ പറഞ്ഞാൽ മതി. വേണമെങ്കിൽ ആ KC വേണുഗോപാലിനെയും കൂടി വിളിച്ചോളൂ, അല്ലാണ്ട് പുറത്ത് പറയാൻ കൊള്ളില്ല. പ്രിയമുള്ളവരെ, മറ്റു മാധ്യമങ്ങൾ പറയാത്ത ഏറ്റവും പുതിയ വാർത്തകളും വിശകലനങ്ങളുമായിട്ടാണ് ഇന്ത്യ ലൈവ് നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നത്. നമ്മുടെ ചാനൽ കാണണം, ഒരുപാട് പേരെ കാണിക്കണം, അവരോടൊക്കെ ചാനലിൻ്റെ വരിക്കാരാവാൻ പറയണം, സബ്സ്ക്രൈബ് ചെയ്യണം. ചെയ്യാത്ത ആളുകൾ ഉറപ്പായിട്ടും ചെയ്യണേ.